ഒരു ഓട്ട മത്സരത്തിൽ 61 വയസ്സുള്ള പല്ല് പോലും ഇല്ലാത്ത ഒരു വയസ്സൻ, അതും ജോലി ചെയ്യണ വർക്ക് സൂട്ടിൽ റബ്ബറിന്റെ ബൂട്ടും ധരിച്ച് കടന്നു വരുന്നതെന്ന് സങ്കല്പിച്ച് നോക്ക്. കൂടെ ആരാ മത്സരിക്കുന്നറിയോ? അത്യാധുനിക ഷൂസുകളും വസ്ത്രങ്ങളും ധരിച്ച ലോകോത്തര അത്ലറ്റുകളും. എങ്ങനെയുണ്ട്? കണ്ടവരൊക്കെ ആ കർഷകനെ കണ്ട് ചിരിച്ചിട്ടുണ്ടോ? ഇന്ന് എന്താ ഉണ്ടായെന്നറിയോ? പറഞ്ഞുതരാ. ആരാ ഈ കർഷകൻ എന്നറിയോ? 1983 സിഡ്നിയിൽ നിന്ന് മെൽബണിലേക്കുള്ള അൾട്രാ മാരത്തോൺ മത്സരം, 875 കിലോമീറ്റർ, അതികഠിനമായ ഓട്ടം. ഇപ്പം എവിടെ നടന്ന സംഭവം മനസ്സിലായില്ലേ? ഇനി ആ കർഷകന്റെ പേരെന്താ വെച്ചാൽ ക്ലിഫ് യോങ്. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, കാരണം പല്ലൊന്നും ഇല്ലാത്തൊരു പാപ്പല്ലേ, അല്ല നിങ്ങൾക്ക് ഈ പ്രായത്തിൽ ഈ മത്സരമൊക്കെ ജയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്നാൽ ക്ലിഫ് ചിരിച്ചുകൊണ്ട് മറുപടി ഒന്നും കൊടുത്തില്ല, എനിക്കിത് സാധിക്കുമെന്നാണ് വിശ്വാസം. അങ്ങനെ മത്സരം തുടങ്ങി. പ്രൊഫഷണൽ അത്ലറ്റുകൾ അതിവേഗം മുന്നോട്ട് കുതിച്ചു. ക്ലിഫ് വളരെ പതുക്കെ പതുക്കെ കാലുകൾ വലിച്ച് ഒരു പ്രത്യേക രീതിയിൽ. പിന്നെ ഇതിനൊരു പേരിൻ്റെ വന്നിട്ടോ, ക്ലിഫ് യോങ് ഷഫിൾ. അയാൾ ഓടാൻ തുടങ്ങി. അപ്പോൾ ഇത് വിശ്രമിച്ചിട്ടൊക്കെ ഉള്ള ഓട്ടമാണ് കേട്ടോ. ആദ്യ ദിവസം കഴിഞ്ഞപ്പോൾ മറ്റു ഓട്ടക്കാരൊക്കെ വിശ്രമിക്കാനും ഉറങ്ങാനൊക്കെ പോയി. കാരണം ഇത്തരം മാരത്തോണുകളിൽ 18 മണിക്കൂർ ഓടുക, 6 മണിക്കൂർ ഉറങ്ങുക, അതാണ് എൻ്റെ രീതി. എന്ന ക്ലിഫ് അങ്ങനെ ഈ നിയമം അറിയില്ലായിരുന്നു. അദ്ദേഹം ഉറങ്ങിയില്ല. രാത്രി മുഴുവൻ 61കാരൻ ഓടി. ദിവസങ്ങൾ കടന്നുപോയി. മറ്റുള്ളവർ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ക്ലിഫ് യോങ് തൻ്റെ ഓട്ടം വിശ്രമമില്ലാതെ തുടർന്നു. ഒടുവിൽ 5 ദിവസവും 15 മണിക്കൂറും 4 മിനിറ്റും. അതെ, രണ്ടാമത്തെ ഓട്ടക്കാരനില്ലേ, അയാളെക്കാൾ 10 മണിക്കൂർ മുമ്പ് ക്ലിഫ് യോങ് തൻ്റെ പണി തീർത്തു. ക്ലിഫ് യോങ് ഫിനിഷ് ലൈൻ തൊട്ടു. മുമ്പുണ്ടായിരുന്ന ലോക റെക്കോർഡ് 2 ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ തകർത്തുകൊണ്ടാണ് അദ്ദേഹം മാരത്തോൺ ജേതാവായത്. ഈ കഥ നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാ? വേഗതയല്ല, സ്ഥിരതയാണ് മുഖ്യം. നിങ്ങൾ പതുക്കെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതൊരു വിഷയമല്ല. എവിടെയും നിർത്താതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലക്ഷ്യത്തിലെത്തും. അതെ, മറ്റുള്ളവരുടെ നിയമങ്ങൾ നിങ്ങളെ തളർത്തരുത്. നിങ്ങളുടെ വിജയത്തിൻ്റെ വഴി മറ്റുള്ളവർ പറയുന്നതിലല്ല, അത് നിങ്ങളിൽ തന്നെയാണ്. പ്രായം എന്ന് പറഞ്ഞാൽ വെറൊരു നമ്പറാണ്. ലക്ഷ്യത്തിലെത്താൻ ആഗ്രഹവും ഇച്ഛാശക്തിയും ഉണ്ടെങ്കിൽ പ്രായമോ സാഹചര്യങ്ങളോ ഒരു പ്രശ്നമേ അല്ല. ആൾക്കാർ ചിരിച്ചു നോക്കി വരും. നിങ്ങളുടെ കഴിവുകളെ വില കുറച്ച് കാണാനും സാധ്യതയുണ്ട്. ക്ലിഫ് യോങ്ങിനെ പോലെ മറ്റുള്ളവർ വിശ്രമിക്കുമ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പതുക്കെയാണെങ്കിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുക. നിങ്ങളുടെ സ്ഥിരോത്സാഹത്തിന് മുന്നിൽ ഒരു ദിവസം എഴുന്നേറ്റ് നിന്ന് ഇതുപോലെ കൈയടിക്കും.